പുതിയ മാനേജർ ഭയങ്കര ചൊറിയാ, ലീവ് കിട്ടുന്നവരെ സംശയ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പി. നാളെ രാവിലെ നമ്മൾ ട്രിപ്പ് പോന്നിയാ, എന്തെങ്കിലും നമ്പർ ഇട്ട് ലീവ് എടുത്തേ പറ്റൂ. എന്ത് നമ്പർ ഉണ്ടത്? എടാ സ്ഥിരം നമ്പർ ഇട്, കുടുംബത്തിൽ നിന്ന് ആരെയും മരിച്ചെന്ന് പറ. അങ്ങനെ പറഞ്ഞു നോക്കാം അല്ലേ. ഒരു കാര്യം ചെയ്യ്, അതിനെ വിളിക്കാം. ഓക്കെ സാർ, ഒരു കാര്യം പറയാനുണ്ട്. റാഫി ആയിരിക്കും. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 3 ദിവസത്തെ ലീവ് വേണം. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടിന്. അത് ശരി. റാഫിയുടെ ആരാണ് മരണപ്പെട്ടത്? എൻ്റെ ബെല്ലുപ്പാൻ്റെ അനിയനെ മരണപ്പെട്ടത്. വെല്ലുപ്പൻ്റെ അനുജൻ എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ അനുജനല്ലേ? അപ്പോൾ അടുത്ത ബന്ധമാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഓക്കെ, നീ നാളെ മുതൽ 3 ദിവസത്തേക്ക് ലീവ് എടുത്തോളുന്നത്. ഓക്കെ സാർ, ഞാൻ പോട്ടെ. പോലെ റാഫി, ഒരു കാര്യം ചെയ്യിക്കാണ്ടിരിക്കും. ആ വ്യക്തി എവിടുന്ന മരണപ്പെട്ടത്? ഹോസ്പിറ്റലിൽ നിന്നാണോ? അതെ സാറേ, കോഴിക്കോടിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നേരത്തെ പോയാൽ പോകണം. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെന്താ നേരത്തെ പോയിക്കോളൂ റാഫി. പക്ഷെ നമ്മളെ കമ്പനിയിൽ പുതിയ റൂൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത ബന്ധുക്കളാരെയും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ മാനേജർമാർ മരണം വീട് സന്ദർശിച്ച് അവിടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് റാഫി ഒരു കാര്യം ചെയ്യണം, ആ വീടിൻ്റെ ലൊക്കേഷനും കവറടക്കുന്ന സമയമെല്ലാം എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. ഞാൻ ആ സമയത്തൊക്കെ അവിടെ എത്തിക്കോളൂ. ഒരുപാട് പോലെ പണിയിട്ട് സാറ് വെറുതെ ബുദ്ധിമുട്ടിട്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല റാഫി, കമ്പനീൻ്റെ ഓരോ നിയമങ്ങളല്ലേ, അനുസരിച്ചേ പറ്റുള്ളൂ. സാറേ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മരണപ്പെട്ട വ്യക്തിൻ്റെ ഒരു മകള് കൊച്ചിയിൽ താമസിക്കുന്നു. അതുകൊണ്ട് ബോഡി ചിലപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ അടക്കം ചെയ്യാൻ. അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിയിലുള്ള വീടിൻ്റെ അഡ്രസ്സും ലൊക്കേഷനിലും എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ കൊച്ചിയിലെ മാനേജർ അവിടെ വന്നോളൂ. അപ്പോൾ എവിടെയായാലും മാനേജർ എത്തൂലേ? മാനേജർ എന്തായാലും വരും, കമ്പനി നിയമമല്ലേ റാഫി. എന്നാൽ പിന്നെ ഞാൻ സാറിന് ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ അയച്ചുതരാം. ഓക്കെ. എടാ, നീ പറഞ്ഞ നമ്പർ ഞാൻ മാനേജർ തിട്ടോക്കി. ഇപ്പം എൻ്റെ പണി പോകുന്ന ലക്ഷണമല്ലേ. പോട്ടെ, ഞാൻ ടൂറിനുള്ളിൽ കോപ്പിനുമില്ല.